ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാദൂസ് വേൾഡ്. അപ്പോൾ ഇതാ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, ഞാൻ ഇതിലെ എക്സ്പേർട്ടൊന്നുമല്ല, ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് മോശമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിക്കുകയാണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ല ടൈറ്റായിട്ട് ഒരു ക്ലോത്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ബ്ലൂ കാർബൺ കോപ്പിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ താമര ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ബ്ലൂ ഉള്ളത് കൊണ്ടാണ് ഞാനത് വെച്ചത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ യെല്ലോ കളർ ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ബ്ലൂ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ബ്ലൂ കുറച്ചുകൂടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പോലെ എനിക്ക് തോന്നി. യെല്ലോ ആകുമ്പോൾ ആ ക്ലോത്തിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരത്തില്ല എന്ന് തോന്നുന്നേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും കറക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും നമ്മൾ കൈവിട്ട് പോയി ആ ഒരു അളവ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ഇതിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ട്രേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പെയിൻറ്റിങ്ങിലേക്ക് പോവുകയാണേ. എൻ്റെ കയ്യിലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് റെഡായിട്ട് തോന്നുന്നെങ്കിലും അതൊരു മജന്ത കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഔട്ടർ ലൈൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താമരയ്ക്ക് ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കാൻ വളരെ സിമ്പിളായിരിക്കും ഇങ്ങനെ ഔട്ടർ ലൈന് ചെയ്തെടുക്കുമ്പോൾ. എനിക്കിതിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിലിരുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഔട്ടർ ലൈനൊന്നും എനിക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് കറക്റ്റ് നോക്കി എടുക്കണേ. പിന്നെ നമുക്ക് താമരയ്ക്കുള്ളിലെ കളറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ലൈറ്റ് പിങ്ക് അല്ലേ, അപ്പോൾ ആ ഉണ്ടായിരുന്ന മജന്തയും വൈറ്റും കൂടി മിക്സ് ചെയ്ത് അതിനെ ഒരു ലൈറ്റ് പിങ്കാക്കി എടുത്തിട്ട് താമരയ്ക്കുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പെറ്റൽസിൻ്റെ ആ എൻഡ് ഭാഗത്ത്, അതായത് ഷാർപ്പായിട്ടിരിക്കുന്നില്ലേ, അവിടെ ഡാർക്ക് കളറും സെൻറ്ററിലോട്ട് വരുംതോറും അതൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ബ്രഷ് പെയിൻറ്റിൽ മുക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കും പോലെ പെറ്റൽസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും കളറ് കുറച്ചുകൂടെ ലൈറ്റായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലായ ശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കളറെല്ലാം ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അത് മൊത്തത്തിലൊരു ശൂന്യത തോന്നി. അപ്പോൾ ആ ഡാർക്ക് മജന്ത ഔട്ടർ ലൈനായിട്ട് ഒന്നും കൂടി ഒന്ന് വരച്ചു കൊടുത്താൽ കുറച്ചുകൂടി അത് അട്രാക്റ്റീവ് ആവുമെന്ന് തോന്നിയോണ്ട് തന്നെ ഞാൻ പിന്നെ മജന്ത വെച്ചിട്ട് ഫുള്ള് മൊത്തത്തിലൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ലോട്ടസ് ചെയ്തെടുക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ബ്രഷും കൂടെ കുറച്ചുകൂടെ ഷാർപ്പായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ബെറ്ററിൽ കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ സൈഡിൽ അതായത് പെറ്റൽസിൻ്റെ പുറത്തോട്ട് പെയിൻറ്റ് സ്പ്രെഡായിരിക്കുകയാണ്. അതായത് ഈ ബ്രഷ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കുക, ബ്രഷിൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റിൽ മുക്കുന്ന സമയത്ത് അതിലും കൂടി പെയിൻ്റായിട്ട് നമ്മൾ അകത്ത് ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പുറത്തുകൂടി ആയി വരികയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മും ലീഫും ഫില്ല് ചെയ്തെടുക്കാൻ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ നമുക്കും ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലെ മടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ബിഗിനേഴ്സിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയണേ. കൂട്ടത്തിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്